മൊബൈലുകളുടെ A to Z സാധനങ്ങൾ കിട്ടുന്ന ബർദുബായിലെ ഏക മൊബൈൽ ഷോപ്പ്. 26 വർഷം മുമ്പ് നിങ്ങൾ ജോലി അന്വേഷിച്ചാണ് UAE എത്തിയത്. നിങ്ങൾ തുടങ്ങിയ ഒരു സ്ഥാപനം ഇത്രത്തോളം സക്സസ് ആയതിന്റെ വിജയഗാഥ ഒന്ന് പറയാമോ? പിന്നെ ഞങ്ങള് ഇപ്പോൾ 26 വർഷമായിട്ട് ദുബായിൽ ഞങ്ങൾ ജോലിക്ക് വന്നു. 26 വർഷമായി. ഇപ്പം നല്ല രീതിയിൽ ആദ്യം നല്ല കഠിനാധ്വാനത്തിലൂടെയും പരിശ്രമത്തിലൂടെയും ബിസിനസ് എന്ന് രാവും പകലും ഇന്നും അന്നും അതുപോലെ ഒരേ കണക്ക് നിൽക്കുന്ന അല്ലേ ആ ഒരു സംരംഭം നമ്മൾ വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞത് നമുക്ക് വലിയൊരു ചാരിതാർത്ഥ്യമുണ്ട്. നമ്മുടെ ബലം എപ്പോഴും നമ്മുടെ കസ്റ്റമറാണ്. അവരുടെ പിൻബലത്തിലാണ് നമ്മൾ ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞതും. നമുക്ക് 26 വർഷമായിട്ട് നമുക്ക് ഈ രീതിയിൽ നമ്മൾ ഈ സ്ഥലത്ത് എപ്പോഴും രാവും പകലും നമ്മൾ ബിസിനസ് എന്ന് പറഞ്ഞ് നിന്നു. അവർക്ക് വേണ്ടി നമ്മൾ A to Z കിട്ടുന്ന ഒരു ഷോപ്പാണ് മൊബൈൽ പ്ലാസ. മൊബൈൽ പ്ലാസയ്ക്ക് ഇപ്പോൾ നല്ല പേരായി കഴിഞ്ഞു. എല്ലാവരും തിരക്കി വരുന്ന ഷോപ്പ്. എന്തുകൊണ്ടെന്നാൽ ഈ സ്ഥാപനത്തിൽ കിട്ടാത്തൊരു സാധനമില്ല. A to Z സാധനം, ഉപ്പ് മുതൽ കർപ്പൂരം വരെ എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ ഷോപ്പിൽ എല്ലാ ഐറ്റംസ് കിട്ടുന്ന ഓൾ ഇൻ ഷോപ്പ് മൊബൈൽ പ്ലാസയാണ്. ഏത് ഒരു മർദുബയിൽ ഒരു മൊബൈൽ ഷോപ്പ് ആയാലും മൊബൈൽ മാത്രമേ ഉള്ളൂ. മൊബൈലിൻ്റെ A to Z കാര്യങ്ങളും നമ്മുടെ ഷോപ്പിൽ ആണ്. വളരെ ദൂരം നിന്ന് വരെ ആൾക്കാർ വരുന്നുണ്ട്. ഇന്ന സാധനം മൊബൈൽ പ്ലാസയിൽ പോയാൽ കിട്ടും, അവിടെ കിട്ടിയില്ലെങ്കിൽ കിട്ടില്ല. അതുപോലെ തന്നെ നല്ല സർവീസാണ് കൊടുക്കുന്നത്, കസ്റ്റമർക്ക് നല്ല സർവീസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ സർവീസ് സെൻറ്ററും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഷോപ്പ് തന്നെ ഇപ്പോൾ 16 വർഷത്തോളം ആവുന്നു. ഞാൻ ഈ ഫീൽഡിൽ 26 വർഷത്തോളം ആവുന്നു. അപ്പോൾ നല്ല വരുന്ന കസ്റ്റമർക്ക് നല്ല ഡീലിംഗ്, നല്ല അവർക്ക് അറിയാത്ത പല കാര്യങ്ങളും ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കച്ചവടമായിട്ട് വരുന്നുണ്ട്. ഞങ്ങൾ വളരെ മിങ്കിളായിട്ടാണ് പാടിയും അവിടുത്തെ നല്ല കാര്യങ്ങൾ അന്വേഷിച്ചും കുടുംബകാര്യങ്ങളൊക്കെ അന്വേഷിച്ചും ഒക്കെയാണ്. വളരെ ഞങ്ങളൊരു മുതലാളിമാരല്ല, ഞങ്ങൾ വളരെ പരിശ്രമത്തിൽ കൂടിയാണ് ഇതുവരെ ഞങ്ങൾ കടന്നു പോയത്. അപ്പം കസ്റ്റമറാണ് നമ്മുടെ ഏറ്റവും വലുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. 2 साल हो गया मैं DIP में रहता है, लेकिन मुझे कोई प्रोटेक्टर केस DIP से मुझे जो चीज चाहिए होता है मैं इधर आता है. इधर प्राइस में ट्रस्ट है, ब्रांड का क्वालिटी अच्छा होता है. मतलब आदमी जो चीज ले रहा है उसका पता है कि ये अच्छा होगा. थोड़ा मजाक करते हैं ना? नहीं, मजाक तो फिर लाजमी है. तो वो बिल्कुल भाई जैसा है हमारे. तो ये है कि सबसे मेन चीज होता है ट्रस्ट आदमी का, कस्टमर सर्विस कैसा है. तो हम सिर्फ अभी इधर 100-200 शॉप है आसपास में, लेकिन हम आएगा गाड़ी रोकेगा सामने सीधा इस शॉप में आएगा. हम कभी प्राइस भी नहीं चेक किया. राइट. ഫോണുകളൊന്നും ഇന്നും ഒരിക്കലും ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഇപ്പം ഞാൻ എടുക്കണമെന്ന് വെച്ചാൽ ഇതെൻ്റെ മോളിപ്പം നേഴ്സിങ്ങിന് പഠിക്കാൻ പോകണം, പിന്നെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ പോകണം. പുള്ളിക്ക് വേണ്ടി ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി എടുക്കുകയാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, പുതിയൊരാള് വന്നിട്ട് നിങ്ങളോട് ഒരു ബിസിനസ് തുടങ്ങാൻ പറയുമ്പോൾ നിങ്ങൾ എന്ത് അഡ്വൈസ് ആണ് നിങ്ങൾ കൊടുക്കുന്നത്? നമുക്ക് ബിസിനസ്സിൽ ആദ്യമായി നമുക്ക് ഒരു അത്യാവശ്യം ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്ഷമയാണ്. ആ ക്ഷമയിലൂടെ നിൽക്കുക ഒന്നാമത്തെ കാര്യമാണ്. ആ ക്ഷമ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം കറക്റ്റായി വരും. കസ്റ്റമർ മുമ്പിലായാലും നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒരു ക്ഷമ ഒരു അത്യാവശ്യം ഒരു സെയിൽസ്മാൻ ബിസിനസ് വിജയിപ്പിക്കാൻ ആദ്യത്തെ ഒരു പോയിന്റാണ്. രണ്ടാമത്തെ പോയിന്റ്, നമ്മളൊരു ദൈവത്തിൽ വിശ്വസിക്കണം. നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ഏതായാലും ആ ഒരു വിശ്വാസം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. മൂന്നാമത്തെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ദുബൈയുടെ ആയാലും ശരി, നമ്മൾ എവിടെ ജോലി ചെയ്യുന്നോ അവിടുത്തെ നിയമത്തെ നമ്മൾ ഭയക്കണം.